ആൽഫ. ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിനെ കുറിച്ചാണ്. അപ്പം എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്? ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പം ലൈറ്റിൻ്റെ പാർട്ടിക്കിൾ നേച്ചറിനെ കുറിച്ച് പറയുന്ന ഒരു പാർട്ടാണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് അല്ലേ. അപ്പം ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എന്ന് പറയുമ്പം ഇപ്പം മെയിൻ ആയിട്ടൊരു മെറ്റൽ സർഫസിലേക്ക് എന്ത് ചെയ്യുന്നു, ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്യുന്നു. ലൈറ്റ് ഹിറ്റ് ചെയ്യുന്ന സമയത്ത് ആ മെറ്റൽ അയോൺ അല്ലെങ്കിൽ ആ മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, അവരുടെ കൈനറ്റിക് എനർജി കൂടുന്നു. അതായത് അവർക്ക് എന്ത് ചെയ്യുന്നു, എനർജി ലഭിക്കുന്നു. ഈ എനർജി അവിടെയുള്ള ഇലക്ട്രോൺസിന് എന്ത് ചെയ്യുന്നു, അവരുടെ ലോവർ എനർജി ലെവൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എന്ത് ചെയ്യുന്നു, എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് എമിഷൻ നടക്കുന്നു. അങ്ങനെ ഈ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസ് അവരെന്തല്ല, അവിടെ സ്റ്റേബിൾ അല്ല. അപ്പോൾ അവർ സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവർക്ക് കിട്ടിയിട്ടുള്ള ഈ എക്സസ് ഓഫ് എനർജി എന്ത് ചെയ്യുന്നു, അവർ റിലീസ് ചെയ്യുന്നു. ആസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് തന്നെയാണ്. ഓക്കെ, ഈ എനർജി എങ്ങനെയാണ് റിലീസ് ചെയ്യുന്നത്? ആസ് ഇൻ ദ ഫോം ഓഫ് ലൈറ്റ് ആണ് ഇൻ ദ കേസ് ഓഫ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ്. അപ്പം ഈ ഒരു എനർജി എന്ന് പറയുന്നത് എന്താ, സ്മോൾ പാക്കറ്റ്സ് ഓഫ് എനർജി ആണ് ഈ ലൈറ്റിന് നമ്മൾ എന്ത് ചെയ്യുന്നത്, പറയുന്നത്. അതിനെ ക്വാണ്ട എന്ന് പറയുന്നു. അപ്പം ആൽബർട്ട് ഐൻസ്റ്റീൻ ഇതിനൊരു ഇക്വേഷൻ എന്ത് ചെയ്തു, ഡെറൈവ് ചെയ്തെടുത്തു. ദാറ്റ് ഈസ് E = h/nu, വേർ ഈ എനർജി ആണ് എച്ച് പ്ലാങ്ക്സ് കോൺസ്റ്റൻ്റ് ആണ്, ന്യൂ എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇനി നമുക്കറിയാം μ c/λ ആണ്. c എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ് ആണ്, ഇൻ വേക്കം എന്നും കൂടെ പറയാം. ഓക്കെ, ലാംഡ എന്ന് പറയുന്നത് വേവ് ലെങ്ത് ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, അപ്പം ഈ ഇലക്ട്രോൺസിനെ എമിറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ട ഒരു മിനിമം എനർജി ഉണ്ടാവണം. ഈ ഒരു മിനിമം എനർജിയാണ് ത്രെഷോൾഡ് എനർജി. അപ്പോൾ ഈ ലൈറ്റ് വന്ന് ഹിറ്റ് ചെയ്തിട്ട് ഇലക്ട്രോൺസിന് ത്രെഷോൾഡ് എനർജിനേക്കാളും കൂടുതൽ എനർജി ലഭിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നു, ഹയർ എനർജി സ്റ്റേറ്റിലോട്ട് എക്സൈറ്റഡ് ആവുന്നു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എക്സൈറ്റഡ് ആവുന്ന ഇലക്ട്രോൺസിനെ ഫോട്ടോ ഇലക്ട്രോൺസ് എന്നാണ് എന്ത് ചെയ്യുക, പറയാറ്. അപ്പോൾ ഈ ഫോട്ടോ ഇലക്ട്രോൺസ് വഴി നമുക്ക് എന്ത് ചെയ്യുന്നു, കണ്ടിന്യൂസ് ഫ്ലോ ഓഫ് ദീസ് ഫോട്ടോ ഇലക്ട്രോൺസ് വിൽ ലീഡ് ടു ഫോട്ടോ ഇലക്ട്രിക് കറണ്ട് ഓൾസോ. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിൽ എന്ത് ചെയ്യുന്നു, മെറ്റൽ സർഫസിലുള്ള ഇലക്ട്രോൺസിന് ലൈറ്റാണ് എന്ത് ചെയ്യുന്നത്, എക്സസ് ആയിട്ട് എനർജി പ്രൊവൈഡ് ചെയ്യുന്നു. അത് സ്റ്റേബിൾ ആവാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യുന്നു, ലൈറ്റിനെ തന്നെ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. പക്ഷേ നമുക്ക് ഇതേപോലെ തന്നെ ഉള്ളൊരു കാര്യം അറിയാം, അതായത് ഫ്ലെയിം ടെസ്റ്റ്. ഫ്ലെയിം ടെസ്റ്റും എന്താണ്, ഏകദേശം ഇതേപോലെ തന്നെയാണ് അല്ലേ. നമുക്കിപ്പോൾ ഒരു കോമ്പൗണ്ട് കിട്ടുകയാണ്, അപ്പോൾ അതിൽ മെറ്റൽ അയോൺസ്, മെയിനായിട്ട് ഇപ്പോൾ ഗ്രൂപ്പ് 1 എലമെൻറ്റ്സ് ഒക്കെയാണ് ഉള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റൽസ് അല്ലെങ്കിൽ മെറ്റലോയിഡ്സ് പ്രസൻറ്റഡ് ആണോ എന്നറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതാണ്, മിക്സറിലോട്ട് എന്ത് ചെയ്യുന്നു, കുറച്ച് കോൺസെൻട്രേറ്റഡ് HCl എന്ത് ചെയ്യുന്നു, നമ്മൾ പോർ ചെയ്യുന്നു. എന്നിട്ട് ഗ്ലാസ് റോഡിലോ അല്ലെങ്കിൽ ഒരു കോപ്പർ വയറോ ഡിപ്പ് ചെയ്തിട്ട് ബെൻസിൻ ബർണർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, കാണിക്കുന്നു. അപ്പോൾ ആ കിട്ടിയിട്ടുള്ള കോമ്പൗണ്ട് എന്ത് ചെയ്യുന്നു, അത് ഫ്ലെയിം ആയിട്ട് മാറുന്നു അല്ലേ. അതിനെന്താണോ, മെറ്റൽസോ മെറ്റലോയിഡ്സോ പ്രസൻറ്റഡ് ആണ് എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യുന്നു, ഒരു ക്യാരക്ടറിസ്റ്റിക് കളറിലായിരിക്കും ബേൺ ചെയ്യുക. ഇപ്പോൾ പൊട്ടാസ്യം ആണെങ്കിൽ ലൈലാക്ക് കളറിൽ ബേൺ ചെയ്യുന്നു, അതുപോലെ തന്നെ ബേരിയം ആണെങ്കിൽ ഗ്രീൻ കളറിലാണ് അല്ലേ. അങ്ങനെ ഓരോന്നിനും ഓരോ കളറുണ്ട്. ഓക്കെ, അപ്പോൾ എന്താണ് ഇതിൻ്റെ ബിഹൈൻഡിലുള്ള കെമിസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെയും എന്താ ചെയ്യുന്നത്, ഇതിലുള്ള മെറ്റൽ അയോൺസ് അല്ലെങ്കിൽ ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, അവർക്കും ഒരു എക്സസ് ആയിട്ടുള്ള ഒരു എനർജി കിട്ടുന്നു. പക്ഷേ ഇവിടെ എങ്ങനെയാണ് എക്സസ് എനർജി കിട്ടുന്നത്, നമ്മൾ ഹീറ്റ് ചെയ്യാണ്, അതായത് ഹീറ്റ് എനർജിയാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്, കിട്ടുന്നത്. അപ്പോൾ ഹീറ്റ് എനർജി അബ്സോർബ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺസ് എന്ത് ചെയ്യുന്നു, അവരവരുടെ ലോവർ എനർജി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഗ്രൗണ്ട് സ്റ്റേറ്റിൽ നിന്നും എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുന്നു. അങ്ങനെ എക്സൈറ്റഡ് സ്റ്റേറ്റിലോട്ട് പോകുമ്പോഴോ അവിടെ ഇവർ ഒട്ടും സ്റ്റേബിൾ ആയിരിക്കില്ല, അൺസ്റ്റേബിൾ ആയിരിക്കും. അപ്പോൾ അവരെന്ത് ചെയ്യുന്നു, പെട്ടെന്ന് തന്നെ സ്റ്റേബിൾ ആവാനാണ് ശ്രമിക്കുക അല്ലേ. അപ്പോൾ ഇവർ സ്റ്റേബിൾ ആവാൻ വേണ്ടി അവർക്ക് എക്സസ് ആയിട്ടുള്ള എനർജി എന്ത് ചെയ്യുന്നു, ഇങ്ങനെ ഫ്ലെയിംസ് ആയിട്ട് എമിറ്റ് ചെയ്യുന്നു, എന്നിട്ട് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് തന്നെ വരുന്നു. അങ്ങനെ ഈ ഓരോ കോമ്പൗണ്ടിൽ നിന്നും അതിലുണ്ടാവുന്ന മെറ്റൽ അയോൺസിന് ഓരോ സ്പെസിഫിക് കളേഴ്സ് ആയിരിക്കും എന്ത് ചെയ്യുക, കിട്ടുന്നുണ്ടാവുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ സോഡിയത്തിന് യെല്ലോ, ബേരിയം ഗ്രീൻ, അങ്ങനെ ഓരോരോ കളേഴ്സിലായിരിക്കും അവരെന്ത് ചെയ്യുക, ഉണ്ടാവുക. അപ്പോൾ നമുക്ക് മെറ്റൽ അയോൺസിനെ ഈസി ആയിട്ട് കണ്ടുപിടിക്കാനും പറ്റും. ഓക്കെ, അപ്പം ഈ ഫ്ലെയിം ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റേറ്റീവ് അനാലിസിസിന് നമ്മൾ ഉപയോഗിക്കുന്ന കാര്യമാണ്. അപ്പോൾ ഫ്ലെയിം ടെസ്റ്റിലും അതുപോലെ തന്നെ ഫോട്ടോ ഇലക്ട്രിക്
എഫക്റ്റിലും ഏകദേശം കാര്യങ്ങളെല്ലാം സിമിലർ ആണ്. അതായത് അവിടെ എല്ലാത്തിലും എന്താ നടക്കാൻ പോകുന്നത്, എക്സൈറ്റേഷൻ ഓഫ് ഇലക്ട്രോൺസ് തന്നെയാണ് നടക്കുന്നത്. പക്ഷെ ഒരു ഡിഫറൻസ് ഉണ്ട്. അവർ രണ്ടും സിമിലർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല, അവരുടെ ബിഹൈൻഡുള്ള കെമിസ്ട്രി വേറെ വേറെയാണ്. ഇപ്പോൾ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ ഇലക്ട്രോൺസിന് എക്സസ് എനർജി കിട്ടുന്നത് ഫ്രം ലൈറ്റ് ആണ്. സ്മോൾ പാക്കറ്റ്സ് ഓഫ് ലൈറ്റ് ആണ് അവർക്ക് എന്ത് ചെയ്യുന്നത് കിട്ടുന്നത്, ക്വാണ്ട ഓഫ് ലൈറ്റ്സ്. ഓക്കെ, അപ്പോൾ എക്സസ് ആയിട്ട് അവർക്ക് ഇലക്ട്രോൺസിന് എനർജി കിട്ടുന്നത് ലൈറ്റിൽ നിന്നുമാണ്. ആ ലൈറ്റ് എനർജി തന്നെയാണ് അവരെന്ത് ചെയ്യുന്നത് ഗ്രൗണ്ട് സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ എമിറ്റ് ചെയ്യുന്നത്. പക്ഷേ ഫ്ലെയിം ടെസ്റ്റിലാണെങ്കിലോ അവർക്ക് ഇലക്ട്രോൺസിനുള്ള എക്സസ് എനർജി കിട്ടുന്നത് ഫ്ലെയിമിൽ നിന്നാണ്. അതായത് നമ്മൾ ഹീറ്റ് ചെയ്യുമ്പോൾ ഹീറ്റ് എനർജി കിട്ടുന്നു, എന്നിട്ട് അവരെന്ത് ചെയ്യുന്നു ലൈറ്റ് എനർജി റിലീസ് ചെയ്യുന്നു. ഇപ്പോൾ എന്താണ് ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റിലും ഫ്ലെയിം ടെസ്റ്റിലുമുള്ള കെമിസ്ട്രി അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്ന് എല്ലാവർക്കും മനസ്സിലായത്. താങ്ക് യു.